ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ കയ്യിൽ നല്ല അടിപൊളി ഒരു വീട് വന്നിട്ടുണ്ട്. ഇത് ആണ്ടിമഠം എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ്. ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ നമുക്കൊരു 1.5 കിലോമീറ്ററിൻ്റെ ദൂരം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മലമ്പുഴയ്ക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ റൂട്ടിലാണ് ഈ ഒരു വീട് വരുന്നത്. ഏകദേശം ആണ്ടിമഠം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 100 മീറ്ററിൻ്റെ അടുത്ത് വെച്ചാൽ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു വീട്ടിലേക്ക്. ഈ വീടിൻ്റെ സ്പേസുകൾ നോക്കുകയാണെങ്കിൽ ശരിക്കും 7 സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത് തന്നെ ഏകദേശം പറയുകയാണെങ്കിൽ സ്പേസ് നന്നായിട്ട് കളയാത്ത രീതിയിൽ ആ 7 സെൻറ്റും സ്ഥലങ്ങൾ ഫ്രണ്ടിൽ കിട്ടുന്ന രീതിയിൽ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് വീട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിലൊക്കെ നമുക്ക് ഗാർഡനിങ് ചെയ്യാനും എല്ലാത്തിനും നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 3 ഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു കിണറുണ്ട്, അതുപോലെ മലമ്പുഴ വാട്ടർ ഉണ്ട്. കിണറിൽ നോക്കി അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഓക്കെ. പിന്നെ ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് കോമ്പൗണ്ട് വാൾ കെട്ടാനുള്ളൂ. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ മലമ്പുഴ റൂട്ടിലേക്ക് പോകുന്നതിൻ്റെ ആ ഭാഗത്ത് തന്നെ വരുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളായാലും കോളേജുകളായാലും ഒക്കെ അടുത്തുണ്ട്. സ്കൂൾസ് എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ്. നമുക്ക് പറയാം ഇപ്പോൾ ലൈവായിട്ടുള്ള ലൊക്കേഷനാണ് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ. അവിടേക്ക് വെറും ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. ഒരു 3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ യാത്രയുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട്. സോ ഇവിടെ ഉള്ളത് ഒരു 4 ബെഡ്റൂമോട് കൂടി ചേർന്നിട്ടുള്ള ഒരു വീടാണ്. നല്ലൊരു സ്പേസ് ആയിട്ടുള്ള ഹാളുണ്ട്. അതുപോലെ തന്നെ 3 ബെഡ്റൂം, 1 ബെഡ്റൂം താഴെയുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയിട്ട്. മേലെ 3 ബെഡ്റൂം ഉണ്ട്. അതുപോലെ തന്നെ കിച്ചൺ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും കബോർഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോറുകൾ മാത്രം സെറ്റ് ചെയ്യാനുള്ളൂ. അത്യാവശ്യം സ്പേസ് എല്ലാത്തിനും യൂട്ടിലിറ്റി എല്ലാത്തിനും നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട് ഫേസ് ചെയ്യുന്നത് കിഴക്ക് നിന്നാണ്. കിഴക്കുന്ന് ഫേസ് ആയിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. കിച്ചൺ അതുപോലെ തന്നെ കിഴക്കോട്ട് നോക്കി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കിച്ചണിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ടോയ്ലറ്റാണ്. ഓക്കെ. കിച്ചണല്ല, വർക്ക് ഏരിയൻ്റെ സൈഡിലേക്ക്. ഇത് മേലിലോട്ടുള്ള സ്റ്റെയർ എല്ലാം നല്ല ടൈൽസും അതുപോലെ തന്നെ ഗ്രാനൈറ്റ്സ് ഒക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാൻഡ് റെയിലെല്ലാം സ്റ്റീലിൻ്റെയാണ്, സ്ക്വയർ ടൈപ്പിലുള്ളത്. ഇതൊരു ബെഡ്റൂം. മേലെ ടോട്ടൽ 3 ബെഡ്റൂമാണ് പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഏറ്റവും റൂഫിലേക്ക് പോകാനും ഇതേ സ്റ്റെയർ കേസ് നോർമലായിട്ട് അധികം വീട്ടിൽ പോകുമ്പോൾ കമ്പിയുടെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണാം. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കുള്ള സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പോഴും അവിടെയും കറക്റ്റ് ഇതേ സ്റ്റെയർ കേസിന് മേലേക്ക് കണക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ. ബാത്റൂംസും എല്ലാം നല്ല സ്പേസോടുകൂടിയുള്ള നല്ല റൂമുകളാണ്. അത്യാവശ്യം എല്ലാം നല്ല ഏരിയ ഉണ്ട്. ഈ റൂമിനകത്തും അറ്റാച്ച്ഡ് തന്നെയാണ് ബാത്റൂം ഉള്ളത്. നമ്മളത് എടുക്കാൻ വിട്ടുപോയതാണ്. ഈ ഡോറിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ഉള്ളത്. ഇനി ഇത് ബാൽക്കണി. അത്യാവശ്യം നല്ലൊരു ഹൗസിംഗ് കോളനിയാണ്. അത്യാവശ്യം നല്ല വീടുകൾ ചുറ്റുവട്ടവും നല്ല നല്ല വീടുകൾ അത്യാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആണ്ടിമഠം ബസ് സ്റ്റോപ്പിൽ നിന്ന് ചെറിയൊരു ദൂരമുള്ളൂ. ഇത് മേലേക്കാണുള്ളത്. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസും അതുപോലെ തന്നെ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേലെ നോക്കിയാലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. സോ ഈ ഒരു വീട്ടിൽ പറഞ്ഞില്ലേ 7 സെൻറ്റും വീടുമായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ 5 സെൻറ്റും വീടുമായിട്ട് എടുക്കാം. ഏത് രീതിയിൽ നിങ്ങൾ എടുക്കണോ അതിനനുസരിച്ചാണ് പ്രൈസ്. ഇപ്പോൾ 7 സെൻറ്റും വീടുമായിട്ടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 65 രൂപയാണ് ഓണർ പറയുന്ന റേറ്റ്. അതിന്ന് നെഗോഷ്യബിൾ ആണ്. അതേപോലെ 5 സെൻറ്റും വീടുമായിട്ടാണ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 55 ലക്ഷമാണ്. അതും നെഗോഷ്യബിൾ ആണ്. ഇനിയിപ്പോൾ 5 സെൻറ്റ് എടുത്താൽ പോലും തന്നെ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 കാറെല്ലാം നിർത്താനുള്ള സ്പേസ് കിട്ടും. സോ അത്രയ്ക്കും ഫ്രണ്ടിൽ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ അതിന് വേണ്ടിയുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ടാവും. താങ്ക് യു ഫ്രണ്ട്സ്.